വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. നമ്മുടെ ഓണപരീക്ഷ ഇതാ അടുത്തെത്താനായി. അപ്പം നമ്മുടെ ബയോളജിയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ രണ്ടും വലിയ ചാപ്റ്റേഴ്സാണ്. മുന്നത്തെ സിലബസ് പ്രകാരം 3 ചാപ്റ്ററാണ് നമുക്ക് ഇവിടെ ഇത് 2ആയിട്ട് പഠിക്കാനുള്ളത്. കാരണം അത്രയും വലിയ ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള എക്സാമിന് വളരെ ഷുവർ ആയിട്ട് പഠിക്കേണ്ട ഡയഗ്രംസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സുമാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ എല്ലാ ഓർഡറിൽ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മതി. ഈ ഒരു 10 മിനിറ്റ് മിസ്സിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി മിസ് തരും. ആൻഡ് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഏത് ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നും പഠിക്കാനുള്ള ഷോർട്ട് കട്ടുകൾ മിസ് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചോദ്യങ്ങൾ തരുന്നത് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഉത്തരം എഴുതാനും മറക്കരുത്. സോ നമുക്ക് തുടങ്ങാം. അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ. ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കോംപ്ലക്സ് മോളിക്യൂളാണ് അല്ലേ. അപ്പം ഈ സങ്കീർണമായ ഘടകങ്ങളെ മുറിച്ച് ചെറിയ മോളിക്യൂളാക്കി മാറ്റുന്നു. കോംപ്ലക്സ് മോളിക്യൂളിനെ സിമ്പിൾ മോളിക്യൂളാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത്. സങ്കീർണമായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ കണികകളാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡൈജഷൻ പാർട്ട് വേർ കെമിക്കൽ ഡൈജഷൻ ടേക്സ് പ്ലേസ്. നമ്മുടെ ദഹനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ നടക്കുന്നതിൽ തന്നെ മെക്കാനിക്കൽ ഡൈജഷൻ ഉണ്ട്, കെമിക്കൽ ഡൈജഷൻ ഉണ്ട്. നമ്മൾ വായിൽ ചവച്ചരയ്ക്കുന്നത്, നമ്മുടെ ഈസോഫാഗസിലൂടെ വിഴുങ്ങി നമ്മൾ കൊണ്ടുപോകുന്നത്, ഇതൊക്കെ മെക്കാനിക്കൽ ഡൈജഷനാണ്. എന്നാൽ അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു, രാസിക ദഹനം കെമിക്കൽ ഡൈജഷൻ നടത്തുന്നുണ്ട്. കെമിക്കൽ ഡൈജഷൻ എന്ന് പറയാനുള്ള കാരണം അവിടെ എൻസൈംസ് ഇൻക്ലൂഡഡ് ആവുന്നത് കൊണ്ടാണ്. പലതരത്തിലുള്ള രാസാഗ്നികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇതാണ് നമ്മുടെ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായിലാണ്, നമ്മുടെ മൗത്തിലാണ്. അവിടെ നിന്ന് നേരെ അത് എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മുടെ ഈസോഫാഗസ് അല്ലെ, നമ്മുടെ അന്നനാളത്തിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മുടെ സ്റ്റൊമക്ക് ആമാശയത്തിലാണ് ബാക്കി ദഹനം നടക്കുന്നത്. അവിടുന്ന് നേരെ അത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പിന്നെ നേരെ അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ലാർജ് ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് നമ്മൾ വേസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ക്രീറ്റ് വഴി പുറത്തോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മൗത്ത് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വായ തൊട്ട് നമ്മുടെ ചെറുകുടൽ വരെ അല്ലെങ്കിൽ വൻകുടലിൽ പിന്നെ പോകുന്നത് ബാക്കിയുള്ള വേസ്റ്റുകളാണ്. അപ്പം എങ്ങനെയാണ് ഈ ഭക്ഷണത്തിൻ്റെ യാത്ര നടക്കുന്നത്, അവിടെ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് പോകുന്നത്, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു ദഹനം ആരംഭിക്കുന്നത് അല്ലേ. ഡൈജഷൻ ബിഗിൻസ് ഫ്രം മൗത്ത്. ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വായയിൽ നിന്നാണ്. ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായയിൽ നിന്നാണ്. വായിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് നല്ല പല്ലുകളുണ്ട്, നമുക്ക് ടങ്ക് നാവുണ്ട്. ഇത് കൂടാതെ നമുക്ക് സലൈവറി ഗ്ലാൻഡുകളുണ്ട്, ഉമിനീർ ഗ്രന്ഥികളുണ്ട്. അപ്പം പല്ല് വെച്ച് നമ്മൾ ഭക്ഷണം ചവച്ചരിക്കുന്നു, നാക്ക് വെച്ച് നമ്മളതിനെ കുഴയ്ക്കുന്നു അല്ലേ. ഈ സമയത്ത് സലൈവ ഉണ്ടാവുന്നുണ്ട്. അതുവഴി നമുക്കത് നന്നായിട്ട് രീതിയിൽ എന്ത് ചെയ്യാം, ചവച്ചരച്ച് അതിനൊരു കുഴമ്പ് പരുവത്തിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഈ സലൈവറി ഗ്രന്ഥികൾ അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു, സലൈവറി അമിലേസ്. അപ്പോൾ ഒന്നാമത്തെ എൻസൈം പിങ്ക് കളറിൽ മാർക്ക് ചെയ്ത് തരാം. ആദ്യമായിട്ട് ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് സലൈവറി അമിലേസ് ആണ്. സലൈവറി അമിലേസ് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ മാൽട്ടോസ് ആക്കി മാറ്റുന്നു. നമ്മൾ കഴിച്ച ചോറിലുള്ള ഗ്ലൂക്കോസിനെ മാൽട്ടോസ് ആക്കി മാറ്റുന്നു. നമ്മൾ പച്ചച്ചോറ് വായിലിടുന്ന സമയത്ത് ഒരു മധുരമായി മാറുന്നു. അവിടെ ഗ്ലൂക്കോസ് മാൽട്ടോസ് ആവുന്നതാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ആദ്യത്തെ എൻസൈമാണ് സലൈവറി അമിലേസ്. അത് സലൈവറി ഗ്ലാൻഡ്, ഉമിനീർ ഗ്രന്ഥികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈസോഫാഗസിലേക്കാണ് വരുന്നത്, അന്നനാളം. അവിടെ പ്രത്യേകിച്ച് എൻസൈമുകളുടെ ആക്ഷൻ ഒന്നുമില്ല, മസിലാണ്. ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിലെ പേശികളാണുള്ളത്. അപ്പൊ ആ പേശികൾ വെച്ചിട്ട് ഒരു ചലനം ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് പെരിസ്റ്റാൾസിസ്. മസ്കുലാർ മൂവ്മെന്റിനെ നമ്മൾ പറയുന്നതാണ് പെരിസ്റ്റാൾസിസ്. ഈ പെരിസ്റ്റാൾസിസ് അല്ലെ, നമ്മുടെ പെരുമ്പാമ്പ് വലിയ മുട്ടനാടിനെ വിഴുങ്ങുന്ന പോലെയുള്ള തരംഗ ദൈർഘ്യത്തിലുള്ള വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അതുവഴി ആ വായിൽ നിന്ന് വരുന്ന ഭക്ഷണത്തെ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു, കുഴച്ച് അതിനെ എന്ത് ചെയ്യുന്നു, നേരെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ആമാശയത്തിലേക്ക് എത്തിക്കുന്നു. സോ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നു. സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സഞ്ചി പോലെയാണ് അല്ലെ. അതിൽ
ചുറ്റുമായിട്ട് ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഈ ആമാശയ ഭിത്തി കവർ ചെയ്തിരിക്കുന്നത്, ആമാശയത്തിന്റെ ഉൾഭിത്തിനെ, ഇന്റേണൽ വാൾസിനെ കവർ ചെയ്ത് നമുക്ക് എന്തുണ്ട്, മ്യൂക്കസ് ഉണ്ട്. ഈ മ്യൂക്കസ് എന്ന് പറയുന്നത് ശ്ലേഷ്മമാണ്. ശ്ലേഷ്മം എന്ത് ചെയ്യുന്നു, ആമാശയത്തിനെ സംരക്ഷിക്കുക. കാരണം എന്താണെന്നറിയോ, ഈ ആമാശയത്തിന്റെ ഉള്ളിൽ HCl ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഈ ഈസഫാഗസ് വഴി എത്തിയ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ അവിടെ ഒരു ആസിഡാണ്, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഈ ആസിഡ് വെച്ച് നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കും. പക്ഷെ ഈ ആസിഡ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ആമാശയത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല അല്ലെ. അതിനുവേണ്ടി പ്രൊട്ടക്റ്റീവ് വോളായിട്ടാണ് ഒരു മ്യൂക്കസ് ലെയർ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇന്റേണൽ വോളിലുള്ളത്. മറ്റൊരാളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് നമ്മുടെ പെപ്സിൻ. ഞാൻ വീണ്ടും രണ്ടാമതായിട്ട് മാർക്ക് ചെയ്ത് തരികയാണ് നമ്മുടെ പെപ്സിൻ എന്ന് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് destroy germs in the food. The enzyme pepsin partially digests the protein. Lipases help in digestion of lipid. Mucus protect the stomach wall from the action of digestive juice. അതായത് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കാനും അതുപോലെ pH ക്രമീകരിക്കാനും ഭക്ഷണത്തെ ദഹിപ്പിക്കാനും നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നു. ഇതേ സമയം അവിടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന രണ്ടാമത്തെ എൻസൈമാണ് പെപ്സിൻ, പ്രോട്ടീനെ ദഹിപ്പിക്കുന്നു. മൂന്നാമത്തെ എൻസൈമാണ് ലിപ്പേസ്. അപ്പം നമ്മുടെ വയറ്റിലെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയും. ഗ്യാസ്ട്രിക് ജ്യൂസിലാണ് പെപ്സിനും ലിപ്പേസും ഉള്ളത്. പെപ്സിൻ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നു, ലിപ്പേസ് നമ്മുടെ കൊഴുപ്പ് ലിപ്പിഡ്സിനെ ദഹിപ്പിക്കുന്നു. ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സിനെ സഹായിക്കുന്നതാണ്. അപ്പൊ ലിപ്പേസും അതുപോലെ പെപ്സിനും രണ്ട് എൻസൈം ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പം ടോട്ടൽ 3 എൻസൈം നമ്മളിപ്പോൾ പഠിച്ചു. അത് കഴിഞ്ഞ് നേരെ നമുക്കറിയാം ആമാശയത്തിൽ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ ചെറുകുടലിലേക്കാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുമ്പം അതിൻ്റെ കൂടെ തന്നെ അവരെ സഹായിക്കാനായിട്ട് നമുക്ക് മറ്റൊരു ഗ്ലാൻഡ് ഉണ്ട്, നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ഗ്രന്ഥിയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരളാണ്. പ്രൊഡ്യൂസ് ബൈൽ ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ ദ ഗോൾ ബ്ലാഡർ. എൻസൈംസ് ആർ ആബ്സെന്റ് ഇൻ ദ ബൈൽ. നമ്മുടെ ഗോൾ ബ്ലാഡറിൽ, ലിവറിന് അടുത്തായിട്ട് എന്തുണ്ട്, ഗോൾ ബ്ലാഡർ കാണാം. ഇറ്റ് റീച്ചസ് ഡിയോഡിനം ആൻഡ് കൺവേർട്ട് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് ആൻഡ് റെഗുലേറ്റ് pH. പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഇത് പക്വാശയത്തിലെ കൊഴുപ്പിനെ ചെറുകണികളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇത് എൻസൈം അല്ല, പക്ഷെ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ബൈൽ ജ്യൂസ്, പിത്തരസം. ഈ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ സൂക്ഷിച്ചു വെക്കും. അപ്പൊ നമ്മുടെ ഭക്ഷണം ഇപ്പോൾ എവിടുന്ന്, ആ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോവാം. നമുക്കറിയാം സ്റ്റൊമക്കിൽ നല്ല ആസിഡ് ആയിരുന്നു. അപ്പൊ അസിഡിക് pHലാണ് ഈ ഭക്ഷണം എവിടെ എത്തുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അപ്പൊ അതിന്റെ pH കുറച്ചൊരു ന്യൂട്രൽ ആക്കണം. അസിഡിസിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി മാറ്റി അതിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബൈൽ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ pH ക്രമീകരിക്കാനും അതിൻ്റെ കൂടെ തന്നെ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് നമ്മൾ പറയും. എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, കൊഴുപ്പിനെ ദഹിപ്പിക്കാനും. ഈ കൊഴുപ്പിനെ ദഹിപ്പിക്കാനും ആര് സഹായിക്കുന്നു, കൊഴുപ്പിന്റെ ദഹനവും ആര് സഹായിക്കുന്നു, നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ ജ്യൂസ്, പിത്തരസം സഹായിക്കും. ഈ പിത്തരസം നേരെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള ഡിയോഡിനം അല്ലെങ്കിൽ നമ്മുടെ പക്വാശയത്തിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്നാണ് ഈ പറയുന്ന pH ക്രമീകരണവും അതുപോലെ ഫാറ്റിന്റെ ഡൈജഷനൊക്കെ സഹായിക്കുന്നത്. അപ്പം ലിവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബൈൽ ജ്യൂസ്. ഇവിടെ എൻസൈമുകളൊന്നുമില്ല. ഇതുവരെ നമ്മൾ ടോട്ടൽ പഠിച്ച എൻസൈം 3 എണ്ണമാണ്. പക്ഷെ ഇനി നമുക്ക് പഠിക്കാനുള്ള എൻസൈമാണ് നമ്മുടെ പാൻക്രിയാസ്. ബൈൽ ജ്യൂസ് കൂടാതെ മറ്റൊരു ജ്യൂസും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നുണ്ട്, അതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ലിവർ പോലെ തന്നെ മറ്റൊരു ഗ്രന്ഥിയാണ് പാൻക്രിയാസും. ഇറ്റ് പ്രൊഡ്യൂസ് പാൻക്രിയാറ്റിക് ജ്യൂസ്, റീച്ചസ് ദ ഡിയോഡിനം ആൻഡ് ഹെൽപ്പ് ഡൈജഷൻ. Pancreatic amylase, it partially digests the starch. Trypsin partially digests protein. Lipase completely digests the lipid into fatty acid and glycerol. അപ്പോൾ അടുത്ത എൻസൈം പഠിച്ചോളാം. ലിവറിൽ ഒരു എൻസൈമും ബൈൽ ജ്യൂസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷെ പാൻക്രിയാസിൽ നിന്നും പാൻക്രിയാറ്റിക് ജ്യൂസിൽ നമുക്കിതാ 4ാമത്തെ എൻസൈം പാൻക്രിയാറ്റിക് അമിലേസ്, 5ാമത്തെ എൻസൈം ട്രിപ്സിൻ, 6ാമത്തെ എൻസൈം. അത് നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. പക്ഷേ പാൻക്രിയാറ്റിക് ജ്യൂസും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാറ്റിക് അമിലേസ് എന്ത് ചെയ്യുന്നു, സ്റ്റാർച്ചിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. 2ാമതായിട്ട് സ്റ്റൊമക്കിൽ നിന്നും ബാക്കി വന്ന പ്രോട്ടീൻ്റെ വീണ്ടുമുള്ള ഡൈജഷനാണ് ട്രിപ്സിൻ സഹായിക്കുന്നത്. പെപ്സിൻ നടത്തിയതിന്റെ ബാക്കി പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടാക്കുന്ന ട്രിപ്സിൻ നമ്മളെ സഹായിക്കുന്നു. അപ്പം ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ 3ാമത്തേത് ലിപ്പേസുകളാണ്. ലിപ്പിഡിന്റെ കംപ്ലീറ്റ് ഡൈജഷനും
കൊഴുപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജഷൻ നടത്തുന്നത് ഇവിടെയാണ്. അവസാനത്തെ ഡൈജഷനാണ് ലിപ്പേസ് നടത്തുന്നത്. അങ്ങനെ അതിനെ എന്താക്കുന്നു, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. ഇവിടെ പാങ്ക്രിയാറ്റിക് ജ്യൂസും സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തി. അപ്പോൾ ഈ ബൈൽ ജ്യൂസും പാങ്ക്രിയാറ്റിക് ജ്യൂസും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തി. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് എല്ലാത്തിൻ്റെയും ദഹനം കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തത് മൗത്തിലാണെങ്കിൽ ഡൈജഷൻ കംപ്ലീറ്റ്സ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ ദഹനം അവസാനിക്കുന്നത് എവിടെയാ? നമ്മുടെ ചെറുകുടലിലാണ്. ക്ലിയർ ആയോ? അപ്പൊ ചെറുകുടലില് ഈ ഡിയോഡനം നമ്മുടെ പ്രക്വാശയത്തിലേക്ക് എത്തുന്നു. ഇത് അതിന്റെ മറ്റൊരു ഭാഗമാണ് ജജനം, മൂന്നാമത്തെ ഭാഗമാണ് ഇലിയം. അപ്പൊ ഡിയോഡനം വഴി ഇത് എത്തുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് പാങ്ക്രിയാറ്റിക് ജ്യൂസും അതുപോലെ തന്നെ ബൈൽ ജ്യൂസ് എല്ലാം ആക്ട് ചെയ്ത് ദഹനത്തെ പൂർത്തിയാക്കുന്നു. സോ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആൻഡ് പാങ്ക്രിയാസ് helps in the digestion. Different carbohydrates of intestinal juice produced by small intestine convert complex carbohydrate into simple components, and proteases convert protein into amino acid. Absorption of simple nutrient, water, vitamin, mineral mainly takes place in the small intestine. അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമുക്ക് കുറച്ച് എൻസൈംസും കൂടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എത്ര എൻസൈം പറഞ്ഞു നിർത്തി? 6 എൻസൈം പറഞ്ഞു നിർത്തി. 7ാമത്തേതാണ് ഇവിടെ കാണുന്നത്, കാർബോഹൈഡ്രേറ്റ്സും ലാസ്റ്റ് പ്രോട്ടീസസും. ഈ എൻസൈം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവരും കൂടെ ചേർന്ന് എല്ലാ ഡൈജഷനും നടത്തി ദഹനം അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ഈ ദഹനം നടത്തിയ ബാക്കിയുള്ള ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, ഡൈജഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയ ന്യൂട്രിയൻസ്, ആ പോഷകങ്ങളെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യുന്നു, അവിടുന്ന് അബ്സോർബ് ചെയ്ത് ഒരു വില്ലസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിലുള്ളതാണ്. ആ വാളിലൂടെ വില്ലസ് വഴി അത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് എത്തുന്നത്. അബ്സോർബ് വാട്ടർ ലീഡിങ് സോളിഡിഫിക്കേഷൻ ഓഫ് ഫീസസ്, ആഡ് മ്യൂക്കസ് ഫോർ ലുബ്രിക്കേഷൻ ആൻഡ് സ്റ്റോർ ഫീസസ് ബ്രീഫ്ലി. ഇവിടെ ജലത്തെ ആഗിരണം ചെയ്ത് വിസർജ്യ വസ്തുവിനെ ഖരരൂപത്തിലാക്കി ശ്ലേഷ്മം ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തോട്ട് തള്ളിക്കളയുന്നു. അപ്പം ദഹനം എന്ന് പറഞ്ഞാൽ, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഡൈജഷൻ നടക്കുന്ന എവിടെ വരിക? സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴിയാണ്. ബാക്കിയുള്ളതാണ് എന്ത്? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത്. Undigested food, substance reach here, absorption of remaining water and salt, and also production of vitamin K and B complex. Vitamin K യും B കോംപ്ലക്സും അബ്സോർബ് ചെയ്യുന്നതും വാട്ടർ, ജലം മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നതും ആഗിരണം ചെയ്യുന്നത് എവിടെ വന്ന? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് വേസ്റ്റ് നേരെ ഏനസ് റെക്റ്റം വഴി പുറത്തോട്ട് നമ്മൾ വിസർജ്യമായിട്ട് കളയുന്നത്. അപ്പം ഈ പ്രോസസ്സുകൾ ഒറ്റ ടേബിളിൽ നിങ്ങൾക്ക് പഠിക്കാനതാ മിസ് ഒരു ടേബിൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓരോ ഓർഗൻ മൗത്ത് ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ വരെയും അതിൻ്റെ ഓരോ എൻസൈമുകളും മിസ് ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. മൗത്തിൽ സലൈവറി അമിലേസ് ആണുള്ളത്, ഡൈജഷൻ ആദ്യം മാൾട്ടോസ് ആക്കി മാറ്റുന്നത്. പിന്നെ ആമാശയത്തിൽ നോക്കുകയാണെങ്കിൽ HCl ഉണ്ട്, പെപ്സിൻ, ലിപ്പേസ്, മ്യൂക്കസിൻ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. എൻസൈംസ് ഉള്ളത് ഏതാ? പെപ്സിനും ലിപ്പേസുമാണ്. പ്രോട്ടീനെയും അതുപോലെ കൊഴുപ്പിനെയും ദഹിപ്പിക്കുന്നു. ചെറുകുടലിലേക്ക് നോക്കിയാൽ കാർബോഹൈഡ്രേറ്റ്സുകളും പ്രോട്ടീസുകളുമാണ്. സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ അത് എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റ് നടത്തുന്നു. പ്രോട്ടീസുകൾ പ്രോട്ടീനെ അമിനോ ആസിഡുകളുമാക്കുന്നു. കരള് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു, ചെറുകണികകളാക്കി pH ക്രമീകരിക്കുന്നു. പാങ്ക്രിയാസിൽ പാങ്ക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിന്, ലിപ്പേസ് ആണുള്ളത്. ലാർജസ്റ്റ് ഇൻറ്റസ്റ്റൈനിൽ എന്ത് ചെയ്യുന്നു? വിറ്റാമിൻ K കോംപ്ലക്സും അതുപോലെ വിറ്റാമിൻ Kയും വിറ്റാമിൻ B കോംപ്ലക്സുകളും എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. ജലം അബ്സോർപ്ഷനും നടത്തുന്നു. ഇത്രയും കാര്യങ്ങൾ ഇത്രയും കുറഞ്ഞ ടൈം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചത്. അപ്പം മൗത്ത് തൊട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരെ ഏതൊക്കെ ഭാഗങ്ങളാണ്, എന്തൊക്കെ എൻസൈമുകളാണ്, എന്താണ് അവിടുത്തെ പ്രവർത്തനം, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നത് എന്ന് പഠിച്ചാൽ ഇത് ക്ലിയർ ആണ്. ഏകദേശം 4 മുതൽ ഒരു 10 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരാവുന്നതാണ് കേട്ടോ. ഓണപരീക്ഷയ്ക്ക് ഏകദേശം 14 മാർക്ക് വരെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ വരാം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഫുൾ മാർക്കിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് തരുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പം നമ്മുടെ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈംസ് എവിടെയൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് പെപ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പെപ്സിൻ എന്തിൻ്റെ ദഹനമാണ് നടത്തുന്നത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും വെച്ച് വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.